അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് ഉടനീളവും യൂറോപ്പിലും വലിയ പ്രതിഷേധം നടന്നു. ഇറാനിലെ യുദ്ധം, ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ്, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് എന്നിവ ഉൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കെതിരെ എന്ന് ആരോപിച്ചുള്ള നോ കിങ്സ് റാലിയുടെ ഭാഗമായി ശനിയാഴ്ച വലിയ പ്രതിഷേധമാണ് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായത്. രാജ്യത്തെ ഏകാധിപത്യത്തിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുപോകുന്നതെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ നോ കിങ്സ് റാലി നടന്നത്. അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചെറു പട്ടണങ്ങളിലും ജനക്കൂട്ടം ഒത്തുകൂടി. ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും വലിയ മാർച്ചുകൾ തന്നെയാണ് നടന്നത്. മിനസോട്ടയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിലും ആയിരങ്ങളാണ് അണിനിരുന്നത്. ഏകദേശം 8.5 മില്യൺ നിവാസികളുള്ള ന്യൂയോർക്ക് സിറ്റി മുതൽ 2024 ട്രംപിന് 66% വോട്ട് ലഭിച്ച കിഴക്കൻ ഇഡാഹോയിലെ 2000-ൽ താഴെ ജനസംഖ്യയുള്ള ഡ്രിക്സിന്റെ വരെ ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തുവെന്ന് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. നോ കിങ്സ് റാലിയുടെ 3ാം ഘട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. നോ കിങ്സ് റാലികളുടെ ആദ്യ 2 ഘട്ടങ്ങളിലായി ജൂണിൽ 10 ലക്ഷത്തിലധികം ആളുകളും ഒക്ടോബറിൽ 70 ലക്ഷം ആളുകളും പങ്കെടുത്തതായി സംഘാടകർ കണക്കാക്കുന്നു. ശനിയാഴ്ച 90 ലക്ഷം പേർ പങ്കെടുത്തതായാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. പ്രതിഷേധങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ അറസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിനെ നമ്മളെ ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരിക്കണം എന്നുണ്ട്. എന്നാൽ ഇത് അമേരിക്കയാണ്. അധികാരം ജനങ്ങൾക്കുള്ളതാണ്, അല്ലാതെ രാജാക്കന്മാർക്കോ അവരുടെ കോടീശ്വര സുഹൃത്തുക്കൾക്കോ ഉള്ളതല്ല എന്നും സംഘാടകർ പറഞ്ഞു. എന്നാൽ പ്രതിഷേധത്തിന് യഥാർത്ഥ പൊതുജന പിന്തുണയില്ലെന്നും ഇത് ഇടതുപക്ഷ ഫണ്ടിംഗ് ശൃംഖലയുടെ ഉൽപ്പന്നമാണെന്നും വൈറ്റ് ഹൗസ് വക്താവ് പ്രതികരിക്കുന്നു. ട്രംപിനെതിരായ പ്രതിഷേധം യൂറോപ്പിന്റെ വിവിധ നഗരങ്ങളിലും ഉണ്ടായിരുന്നു. ലണ്ടൻ, പാരീസ്, റോം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. പശ്ചിമേഷ്യയിൽ 1 മാസത്തിലേറെയായി തുടർന്ന യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇറാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രയേൽ സർവകലാശാലകളെ തങ്ങളുടെ ലക്ഷ്യങ്ങളായി ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ടെഹ്റാൻ സർവകലാശാല പരിസരത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ ഇസ്രയേൽ ചാരസംഘടനകളുടെ കൈകളാണെന്നും അതിന് പകരമായി അമേരിക്കയിലെയും ഇസ്രയേലിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കുമെന്നും IRGC പറഞ്ഞു. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും തിരിച്ചടി വളരെ വേഗത്തിലും മാരകവും ആയിരിക്കുമെന്നാണ് ഇറാന്റെ ഔദ്യോഗികമായ പ്രതികരണം.